Hello everyone, welcome back to my YouTube channel. So, ഞാൻ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് I was putting out cooking videos and after വീണ്ടും ഈ യൂട്യൂബ് വീഡിയോസൊക്കെ റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇതുവരെ ഒരു കുക്കിംഗ് ബ്ലോഗ് പോലെ ഒന്നും ഇട്ടിട്ടില്ല. സോ ഐ തോട്ട് ഞാൻ ഇന്ന് ഒരു റെസിപ്പി വീഡിയോ ഇടാമെന്ന് ഞാൻ വിചാരിച്ചു. ആൻഡ് ദിസ് ഈസ് ആക്ച്വലി വെരി സിമ്പിൾ. ഇതങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റെസിപ്പി ഒന്നുമല്ല. ഇറ്റ്സ് സംതിങ് ദാറ്റ് ഐ മേക്ക് റെഗുലർലി ഫോർ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഫോർ ഡിന്നർ. നമുക്കിങ്ങനെ പെട്ടെന്ന് ഒരു ഇലാബറേറ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ഡിന്നർ ഉണ്ടാക്കാൻ സമയമില്ലെങ്കിൽ ദിസ് ഈസ് യുവർ ഗോ ടു റെസിപ്പി. ദിസ് ഈസ് ആക്ച്വലി എൻ ഓംലെറ്റ്. ഓംലെറ്റിൽ നമ്മൾ കുറച്ച് പനീറും വെജീസൊക്കെ ഇട്ടിട്ട് വെരി സിമ്പിൾ ഡിഷ്. പക്ഷേ it has the fiber, it has the protein, it has the required carbs. Yeah, so that is all about today's video. So let's start. So I think this would be a very familiar place to most of them because ഇവിടെ നിന്നാണല്ലോ നമ്മുടെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോസ് ഒക്കെ തുടങ്ങിയത്. So let's start with the recipe. അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. സോ ഐ ജസ്റ്റ് ഷോ യു ഓൾ ദ ഇൻഗ്രീഡിയൻസ് വൈൽ കുക്കിംഗ്. അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു പാൻ എടുക്കാം, സം ഓയിൽ, പിന്നെ കുറച്ച് ഉള്ളിയും ചില്ലീസും കൂടി ഇടാം. അപ്പം പാൻ വെച്ചു, കുറച്ച് ഓയിൽ ഇടാം. So the next thing that I'm going to put is some chilies and onions. ഞാനിപ്പോൾ ഇവിടെ ഒരു ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഒരു ഉള്ളി ചെറിയ സൈസിൽ അരിഞ്ഞു, പിന്നെ ഒരു ചില്ലി. നിങ്ങൾക്ക് എരി അനുസരിച്ച് 2 ചില്ലി ആക്കാം. ഞാനിപ്പം നല്ല എരിയുള്ള മുളകായതുകൊണ്ട് ഞാനിപ്പോൾ ഒരെണ്ണേ ഇടുന്നുള്ളൂ. സോ 1 onion and 1 chilli. ഇത് നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അധികം സോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒരു ലൈറ്റ് ബ്രൗൺ അത്രയും വരെ വെയിറ്റിന്റെ ആവശ്യമില്ല. നമുക്കൊരു 2 to 3 minutes ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഈ അണിയന്റെ ഒരു ആ റോനെസ് ഒന്ന് പോകുന്ന വരെ മാത്രം ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. So the thing is, my tripod have been damaged. അതെന്തോ ഒടിഞ്ഞു പോയി, എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സോ ഞാൻ കൈ വെച്ചു, പിന്നെ പാത്രത്തിന്റെ മേലൊക്കെ വെച്ചിട്ടാണ് എടുക്കുന്നത്. സോ ഒരു വീഡിയോ എസ്തെറ്റിക്സ് അങ്ങനെ വരുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ, ബിക്കോസ് ഞാൻ ഡിഫറെന്റ് ആംഗിളിലൊക്കെ വെച്ചിട്ടാണ് എടുക്കുന്നത്. സോ പ്ലീസ് excuse the aesthetics of the video. So yeah, so ഇതിനെ ഞാൻ ഒന്ന് സോർട്ട് ചെയ്യുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം, ലൈക്ക് 2 to 3 minutes. That's it. സോ നമ്മുടെ ഉള്ളി നല്ലതായിട്ട് സോർട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒന്ന് ഇട്ട് കൊടുക്കാം. സോ ആർ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻസ് ആർ വെജിറ്റബിൾസ്. അപ്പം എൻ്റെ കയ്യിൽ ക്യാരറ്റും ക്യാപ്സിക്കം ആയിരുന്നു, അപ്പം ഞാൻ അതാണ് ഇടാൻ പോകുന്നത്. നിങ്ങൾക്ക് ഏതാണ് വെജിറ്റബിൾസ് വീട്ടിലുള്ള യു ക്യാൻ ആഡ്. മഷ്റൂംസ് യു ക്യാൻ ആഡ്, ബ്രോക്കലി, അങ്ങനെ ഏത് വെജിറ്റബിൾസ് ആണെങ്കിലും യു ക്യാൻ ആഡ്. പിന്നെ തക്കാളി ഇടാം. ഞാൻ പക്ഷേ തക്കാളി ഇടുന്നില്ല. ഐം ജസ്റ്റ് ആഡിങ് ക്യാരറ്റ് ആൻഡ് ക്യാപ്സിക്കം. ഞാനൊരു അര ക്യാരറ്റും പിന്നെ അര ക്യാപ്സിക്കം കൂടെ ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് ചോപ്പ് ചെയ്തിട്ടാണ് ഇടുന്നത്. എനിക്ക് പിന്നെ വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്യുന്നത് ഇഷ്ടമല്ല, ബിക്കോസ് ഈ ഓംലെറ്റ് കഴിക്കുമ്പോൾ ഐ നീഡ് ടു ഹാവ് ദാറ്റ് ബൈറ്റ് ഓഫ് ദ വെജിറ്റബിൾസ്. അതുകൊണ്ടാണ് ഈ ഒരു സൈസിൽ ഞാൻ അരിഞ്ഞിരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ടേസ്റ്റ് പ്രിഫറൻസ് അനുസരിച്ച് യു ക്യാൻ ചോപ്പ് ദ വെജിറ്റബിൾസ്. അപ്പോൾ നമുക്കിനി ഇതിടാം. ഇതും കൂടെ ഒന്ന് നമുക്ക് സോർട്ട് ചെയ്യാം. ഈ ഒരു സമയത്ത് കുറച്ച് സോൾട്ടും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം.
കുറച്ച് മതി. വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ബാക്കി സ്പൈസസും കൂടെ ഒന്ന് ഇടാം. നമ്മൾ മഷ്റൂമും പിന്നെ ബ്രോക്കലിയൊക്കെ ആഡ് ചെയ്യുമ്പോൾ ആക്ച്വലി കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് ആണ്. എസ്പെഷ്യലി മഷ്റൂം, എനിക്ക് മഷ്റൂം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് ആ ഒരു മീറ്റി ഒരു ഫ്ലേവർ വേണം. യു ക്യാൻ ഓൾവേസ് ആഡ് മഷ്റൂം. ഇഫ് യു ഹാവ് ചിക്കൻ വെൽ ആൻഡ് ഗുഡ്. പക്ഷേ ചിക്കൻ ഇല്ലെങ്കിൽ യു ക്യാൻ ഓൾവേസ് ആഡ് മഷ്റൂം ടു ഇറ്റ്. പക്ഷെ ഇല്ലെങ്കിലും കുഴപ്പമില്ല. സോ സ്പൈസസ് നമുക്ക് ബേസിക്കലി ഇഷ്ടമുള്ള സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 സ്പൈസസ് മാത്രമാണ് ആഡ് ചെയ്യുന്നത്. സോ ഞാൻ ചില്ലി പൗഡർ, പിന്നെ നമ്മുടെ പെപ്പർ പൗഡർ ആൻഡ് ഗരം മസാല, ഈ 3 സ്പൈസസ് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ബട്ട് യു ക്യാൻ ഓൾവേസ് ആഡ് ടർമറിക് ഓർ നമ്മൾ എത്ര സ്പൈസ് പാക്കണോ നമുക്ക് അത്രയും ആഡ് ചെയ്യാം. ബട്ട് ഐ വുഡ് വോണ്ട് ഇറ്റ് ടു ബി അധികം സ്പൈസിയും അധികം മസാലയുടെ ഫ്ലേവർ എനിക്ക് അധികം ഇഷ്ടമല്ല ഓംലെറ്റ്. അതുകൊണ്ട് ഞാൻ ഈ 3 സ്പൈസസ് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അതും ഞാൻ വളരെ കുറച്ച് ആഡ് ചെയ്തുള്ളൂ, ഒരു 1/2 ടീസ്പൂൺ വെച്ചിട്ട് ആഡ് ചെയ്തുള്ളൂ. പിന്നെ ഗരം മസാല ഒരു പിഞ്ച് അത്രയും ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. സോ ആദ്യം നമുക്ക് ചില്ലി പൗഡർ ആഡ് ചെയ്യാം. ചില്ലി പൗഡർ ഒരു അര ടീസ്പൂൺ ചില്ലി പൗഡർ. ദെൻ കുറച്ച് ഗരം മസാല. ഗരം മസാല ഞാൻ വളരെ കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ, ലൈക്ക് ഒരു പിഞ്ച്, ഒരു ഇത്രയും ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. ഗരം മസാല ഭയങ്കര കുറവേ ഉള്ളൂ, ജസ്റ്റ് ആ ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച്. ആൻഡ് ദെൻ പെപ്പർ. നമ്മൾ ഓൾറെഡി ചില്ലി ചേർത്തിട്ടുണ്ട്, സോ പെപ്പറും നമുക്ക് വളരെ കുറച്ച് ചേർത്താൽ മതി, ഒരു 1/2 ടീസ്പൂൺ പെപ്പർ. സോ ഇത്രേ ഉള്ളൂ. നമ്മുടെ മസാലാസ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. So the next ingredient is my favorite. This is sweet corn. ഇത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പക്ഷേ I really like the taste of sweet corn in the omelette. അപ്പം നമുക്ക് അതും കൂടെ ചേർക്കാം. So this is 2 tablespoons of sweet corn. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ പാക്കറ്റിൽ ഇതാണ്. This is the one that I have. നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണിത്. This one. അപ്പൊ നമുക്ക് ഇതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. So the next ingredient, of course, paneer. പനീർ ഇത് എനിക്ക് തോന്നുന്നു ഒരു ഓൾമോസ്റ്റ് ഒരു 50 gram കാണും പനീർ. ഞാൻ ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് ഒന്ന് ചോപ്പ് ചെയ്തു. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒന്ന് ക്രഷ് ചെയ്തോ അങ്ങനെ ഇടാം. പിന്നെ ഇത് ഞാൻ പുറത്തെടുത്ത് വെച്ച പനീരായിരുന്നു, അപ്പം ഞാൻ ചോപ്പ് ചെയ്തപ്പോൾ തന്നെ ഇത് ഓൾമോസ്റ്റ് ഒരു പൊടി പോലെ വന്നു. സോ നമുക്കിനി പനീരിടാം. സോ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ യു ക്യാൻ ഓൾവേസ് ആഡ് ഇൻ അതർ സോഴ്സസ് ഓഫ് പ്രോട്ടീൻ. ഞാൻ ഇപ്പോൾ ആഡ് ചെയ്യുന്നത് പനീറാണ്. പക്ഷേ ഇഫ് യു ഹാവ് ചിക്കൻ അല്ലെങ്കിൽ എനി അതർ മീറ്റ് ഓഫ് യുവർ ലൈക്കിങ്സ് അതിടാം. എൻ്റെ കയ്യിൽ നിന്ന് പനീറായിരുന്നു, സോ ദാറ്റ്സ് വൈ ഐ എം പുട്ടിങ് ഇൻ പനീർ. സോ യു ക്യാൻ ഓൾവേസ് എക്സ്പെരിമെൻറ്റ് വിത്ത് ദ ചോയ്സ് ഓഫ് പ്രോട്ടീൻ ദാറ്റ് യു വാണ്ട് ടു പുട്ട് ഇൻ യുവർ ഓംലെറ്റ്. So I was just tasting the seasoning and it's spot on. ആ ചില്ലി നമ്മൾ ആദ്യം ആഡ് ചെയ്ത ചില്ലി വാസ് ആക്ച്വലി സ്പൈസി. അതുകൊണ്ട് നമ്മൾ കുറച്ച് പെപ്പർ എല്ലാം ഇട്ടതുള്ളൂ. ദാറ്റ്സ് ആക്ച്വലി ഗുഡ്. നമ്മൾ പെപ്പർ അധികം ഇട്ടിരുന്നെങ്കിൽ നല്ല സ്പൈസിയാണ്. സോ നിങ്ങളും ഇപ്പം ചില്ലി ഇടുവാണെങ്കിൽ പെപ്പർ അതനുസരിച്ച്
കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. സോ ഇനി ഒന്നുമില്ല. ഇനിയിപ്പോൾ നമ്മുടെ വെജീസ് ഒക്കെ ഓൾമോസ്റ്റ് കുക്കായി, പനീറും ഓൾമോസ്റ്റ് കുക്കായി. ഇനി നമുക്ക് എഗ് ഒന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. സോ ആദ്യം നമുക്ക് എഗ് ഒന്ന് വിസ്ക് ചെയ്തിട്ട് ഞാൻ മുട്ടയിൽ കുറച്ച് പാലും ഒഴിക്കുന്നുണ്ട്. ഞാൻ പണ്ട് മുതലേ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ഇറ്റ് ഓൾവേസ് ഫെൽറ്റ് ഇറ്റ്സ് മച്ച് മോർ ടേസ്റ്റിയർ ദാൻ നമ്മൾ വെറുതെ മുട്ട ഇടുന്നത്. സോ നമുക്ക് കുറച്ച് ഞാനിപ്പോൾ 2 മുട്ടയാണ് എടുക്കുന്നത്. 2 മുട്ട പൊടിച്ചിട്ട് അതിൽ കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ വരെ പാൽ ഒഴിച്ചു കൊടുത്താൽ ഐ തിങ്ക് നമുക്ക് നമ്മുടെ ഓംലെറ്റ് കുറച്ചും കൂടെ ഒരു ഫ്ലഫി ആയിട്ട് ആൻഡ് മച്ച് മോർ ടേസ്റ്റിയർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ അപ്പോൾ നമുക്കിനി നമ്മുടെ മുട്ട മിക്സ്. സോ ഞാനിവിടെ 2 മുട്ടയാണ് എടുക്കുന്നത്. നമുക്കൊന്ന് 2 മുട്ട പൊട്ടിച്ചിടാം. മുട്ടയിൽ ഞാൻ കുറച്ച് സോൾട്ടും കൂടെ ഇടുന്നുണ്ട്, ലൈക്ക് പിഞ്ച് ഓഫ് സോൾട്ട്. പിന്നെ കുറച്ച് പാലും കൂടെ ഇടാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ വരെ പാൽ ഒഴിക്കുന്നുണ്ട്. നമുക്ക് നല്ലതായിട്ടൊന്ന് വിസ്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ എഗ്ഗും മിൽക്കിനെ മിക്സ്ചർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടാൽ തന്നെ മനസ്സിലാവും ഇറ്റ്സ് നൈസ് തിക്ക് ആൻഡ് ക്രീമി. സോ നമുക്കിനി ഈ മിക്സ്ചർ നമ്മുടെ വെജിറ്റബിൾസ് പനീറിലൊന്ന് ഇട്ട് കൊടുക്കാം. ഈ ട്രൈപോഡ് ഇല്ലാത്തതുകൊണ്ട് നല്ല അതിൻ്റെ ആയിട്ടുള്ള നല്ല ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം സോ ദാറ്റ് മിക്സ്ചർ എല്ലായിടത്തും ഒന്ന് റീച്ച് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് ഈ വെജിറ്റബിൾസും പനീറൊക്കെ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. എല്ലാം ഒന്ന് ഈവൻലി ഇരിക്കാൻ വേണ്ടിയാണ്. യെസ്, ഇനി നമുക്ക് ഇത് ലോ ഹീറ്റിൽ ഓൾമോസ്റ്റ് ഒരു 5 മിനിറ്റ്സ് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. എന്നിട്ട് 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. സോ ആർ ഓംലെറ്റ് ഇസ് ഡൺ. ഇതൊന്ന് തിരിച്ചിടണം. തിരിച്ചിടുന്ന ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു വലിയ ഒരു ടാസ്ക് തന്നെയാണ്. ഞാൻ 2 സ്പൂണൊക്കെ വെച്ചിട്ടാണ് തിരിച്ചിടുന്നത്. അപ്പോൾ തിരിച്ചിട്ടിട്ട് ഞാൻ ബാക്കി വീഡിയോ എടുക്കാം. സോ ആസ് യൂഷ്വൽ ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്ന ദിവസം തന്നെ ഞാനത് തിരിച്ച് മറിച്ചിട്ടപ്പോൾ അതെല്ലാം പൊട്ടിപ്പോയി. പക്ഷെ ഞാൻ ശരിക്കും സാധാരണ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ നല്ല രീതിക്ക് തന്നെ അത് ഫ്ലിപ്പ് ചെയ്ത് ഇടാറുണ്ട്. പക്ഷെ ഇന്ന് കറക്റ്റ് വീഡിയോ എടുക്കുന്ന ദിവസം തന്നെ അത് പൊട്ടിപ്പോയി. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ എന്തായാലും മുറിച്ചിട്ടാണല്ലോ ഓംലെറ്റ് ഒക്കെ കഴിക്കുന്നത്. സോ ഇറ്റ്സ് ഓക്കെ. ബട്ട് ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. സോ ഇതാണ് ഞാൻ മറിച്ചിട്ടപ്പോൾ ഇതൊരു 5-6 പീസായിട്ട് മുറിഞ്ഞുപോയി. പക്ഷെ ദാറ്റ്സ് ഫൈൻ. ഇന്ന് കറക്റ്റ് ഒരു വീഡിയോ എടുക്കുന്ന ദിവസം തന്നെ ഇത് പറ്റുണ്ടായിരുന്നു. ബട്ട് ഇറ്റ്സ് ഓക്കെ, എന്ത് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, ഇറ്റ്സ് ആക്ച്വലി റിയലി ഗുഡ്. ഇതിങ്ങനെ പൊട്ടിപ്പോയെന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ടേസ്റ്റ് അങ്ങനൊന്നും പോകത്തില്ല. ബട്ട് ആ ഒരു പ്രസൻറ്റേഷൻ കുറച്ചും കൂടെ ഭംഗി വരാമായിരുന്നു. ബട്ട് ഇത് പൊട്ടിപ്പോയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും മറ്റേ സൈഡ് ഒന്ന് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം. കുഴപ്പമില്ല,
കുറച്ചൊന്ന് മുറിഞ്ഞു പോയി, ബട്ട് ഇറ്റ് ലുക്സ് ആൻഡ് സ്മെൽസ് റിയലി ഡെലിഷ്യസ്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. സോ പ്രസൻറ്റേഷൻ കുറച്ചൊന്ന് കുളമായി, ബിക്കോസ് ഫ്ലിപ്പ് ചെയ്തിട്ട് എല്ലാം മുറിഞ്ഞു പോയി, ബട്ട് ദാറ്റ്സ് ഫൈൻ. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഐ ഹവ് ഓൾറെഡി ടേസ്റ്റഡ് ഇറ്റ്, ബട്ട് ഫോർ ദ വീഡിയോ ഐ വിൽ ടേസ്റ്റ് ഇറ്റ് അഗൈൻ. ഇറ്റ്സ് റിയലി ഗുഡ്. ഞാനിങ്ങനെ ചീസ് അങ്ങനെയൊന്നും ആഡ് ചെയ്തിട്ടില്ല, ബട്ട് ഇറ്റ് ആക്ച്വലി ടേസ്റ്റ് cheesy and it looks cheesy also. നമ്മൾ ഈ പിസ്സ ഒക്കെ കഴിക്കുന്ന ആ ഒരു, യു ക്യാൻ സീ നമ്മൾ പിസ്സ കഴിക്കുന്ന പോലത്തെ ആ ഒരു ടെക്സ്ചറാണ് മേലുള്ളത്. സോ ഇറ്റ്സ് റിയലി ഗുഡ് and it's very simple to make and it's very nutritious. It has its own protein, fiber, പിന്നെ everything. It's actually very healthy, so it's a perfect dish that you can make for breakfast or dinner, and it actually tastes good also. And because നമ്മൾ കുറേ എന്താ healthy food doesn't taste that great, but this actually tastes really good, and it actually feels like you have added cheese into it. So yeah, so if you like this recipe, do try it out and do let me know if you're adding chicken or mushrooms and how it tastes. ഞാനിപ്പോൾ പനീറാണ് ഇട്ടത്. ഇഫ് യു ആർ ആഡിങ് ചിക്കൻ ആണെങ്കിലോ അല്ലെങ്കിൽ ഇഫ് യു ആർ ആഡിങ് മഷ്റൂംസ്, it might taste a bit different. So do let me know if you have tried something different and added a different protein into this. So yeah, I hope you like this cooking vlog of mine, and I'll try and bring more cooking vlogs. So till then, take care and cook some really delicious food. Bye bye.